പാകിസ്ഥാനിൽ സർക്കാർ ഉണ്ടാക്കാൻ തങ്ങളെ ക്ഷണിക്കുമെന്ന അവകാശവാദവുമായി PTI ഇമ്രാൻ ഖാൻ. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കിടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും സഖ്യധാരണ ഉണ്ടാക്കിയതായും വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാൻ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് സൂചന. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ PTI എന്ന തങ്ങളുടെ പാർട്ടിയെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കുമെന്ന അവകാശവാദം ഇമ്രാൻ ഖാൻ ഉന്നയിച്ചിരുന്നു. അതേസമയം പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗവും സഖ്യധാരണ ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പ്രാഥമിക തലത്തിൽ ഇതു സംബന്ധിച്ച് ധാരണയായിരുന്നു. 265 സീറ്റുകളിലേക്കാണ് നാഷണൽ അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 4 പ്രവിശ്യാ സഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിൽ സഖ്യകക്ഷി സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കവും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്ന 265 നാഷണൽ അസംബ്ലി സീറ്റുകളിൽ 286 എണ്ണത്തിന്റെ ഫലങ്ങൾ പുറത്തുവന്നു. 93 സീറ്റുകൾ PTIക്കും 73 സീറ്റ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗത്തിനും 54 സീറ്റ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിക്കുമാണ് ഉള്ളത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് സഖ്യം നിലവിൽ വന്നാൽ 127 സീറ്റുകളായിരിക്കും ഉണ്ടാകുക. കേവല ഭൂരിപക്ഷം നേടാൻ 134 സീറ്റുകൾ വേണം. ചെറു പാർട്ടികൾ 33 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. ജമായത്ത് ഉലമാ ഇസ്ലാം പാർട്ടിക്ക് 3 സീറ്റുകളുമുണ്ട്. ഇമ്രാൻഖാൻ നേതൃത്വം നൽകുന്ന PTI ഇരുവരുമായി സഖ്യമുണ്ടാക്കിയാൽ തന്നെ കേവല ഭൂരിപക്ഷം തികയ്ക്കാനാവില്ല. നിലവിലെ സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സഖ്യം ഭരണത്തിലേറുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.